ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് ഒരു 2024 പ്ലാനറാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക കേട്ടോ. അതുപോലെ നമ്മുടെ കോണ്ടന്റിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് കാര്യങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും കോണ്ടന്റ് ഐഡിയാസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ താഴെ കോമെൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഇപ്പോൾ 2024 ആയിട്ട് ഇന്നേക്ക് 14 ദിവസം ആയിട്ടുണ്ട് എന്നറിയാം. ശരിക്കും കുറച്ചുകൂടെ മുന്നേ അപ്ലോഡ് ചെയ്യേണ്ട വീഡിയോ ആയിരുന്നു. പക്ഷേ ഈ പ്ലാന് വന്നത് ഞാൻ ആദ്യം വിചാരിച്ചു ഒരു നമ്മൾ നോർമൽ ചെയ്യണ പോലെ ഒരു ബുക്കിൽ ജേണൽ ചെയ്ത് തുടങ്ങാം 2024 എന്നിങ്ങനെ വിചാരിച്ച്. പൊതുവെ അങ്ങനെയായിരുന്നല്ലോ ഇതുവരെ ചെയ്തായിരുന്നത്. ഞാനിതുവരെ ജേണൽ ചെയ്തിട്ടുണ്ടായിരുന്നത് എൻ്റെ കയ്യിലുള്ള ബ്ലാങ്ക് ബുക്സിലായിരുന്നു. അപ്പോൾ ഞാൻ അതിലേക്ക് ഇഷ്ടമുള്ള ലേഔട്ട്സ് ചൂസ് ചെയ്യുന്നു, ഇഷ്ടമുള്ള തീം കാര്യങ്ങൾ ഒക്കെ എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ഞാൻ ചെയ്തായിരുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു 2024 പുതുതായിട്ട് എന്തെങ്കിലുമൊക്കെ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ വിചാരിച്ചു പ്ലാനർ വാങ്ങിക്കാം. കാരണം ആ ഒരു ചിന്ത വരാൻ വേറൊരു കാര്യം കൂടെ ഉണ്ട്. 2024 ആവുന്നതിൻ്റെ മുന്നോടിയായിട്ട് ഇൻസ്റ്റയിലൊക്കെ ഞാൻ ആഡ്സ് കാണാം പുതിയ പ്ലാനറിൻ്റെ ഒക്കെ. കാരണം നമ്മൾ ആ ഒരു കൈൻഡ് ഓഫ് അങ്ങനത്തെയൊക്കെ കാര്യങ്ങളാണല്ലോ നമ്മൾ ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണോ ഇഷ്ടം അതനുസരിച്ചിട്ട് മാത്രമാണല്ലോ നമ്മുടെ ഇൻസ്റ്റയിലൊക്കെ ആഡ്സ് കാര്യങ്ങളൊക്കെ വരിക. അപ്പോൾ ഞാൻ പ്ലാനറിൻ്റെ ഒരുപാട് ആഡ്സ് ഇങ്ങനെ വരാനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു പ്ലാനർ വാങ്ങിക്കാം. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരുപാട് പേജസൊക്കെ നോക്കി, ഇൻസ്റ്റയിലും അതുപോലെ ആമസോണോ ഫ്ലിപ്കാർട്ടിലൊക്കെ ഞാൻ സെർച്ച് ചെയ്ത് കുറേ വിഷ് ലിസ്റ്റിലൊക്കെ ഇട്ട് വെച്ചു. പക്ഷേ ഇടലും പ്ലാൻ ചെയ്യലും മാത്രമേ നടന്നിട്ടുണ്ടായിട്ടുള്ളായിരുന്നു. ഞാൻ ആദ്യം വിചാരിച്ചു ഒന്ന് വാങ്ങിക്കാം, പുതുതായിട്ട് ട്രൈ ചെയ്യാം. അപ്പോൾ ഇതൊരു എക്സ്പീരിയൻസ് ആവില്ല, നമ്മൾ ഇതുവരെ ഒരു പ്ലാനർ വാങ്ങിച്ച് യൂസ് ചെയ്തിട്ടില്ല ഞാൻ. അപ്പോൾ ഞാൻ വിചാരിച്ചു അങ്ങനെ വാങ്ങിച്ച് നോക്കാം എന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. പക്ഷേ അതേ ഒപ്പം തന്നെ ആദ്യം ചേർക്കും ഓക്കെ നമുക്ക് പുതുതായിട്ടൊന്ന് വാങ്ങിക്കാം, പിന്നെ ചിന്തിക്കും വാങ്ങിക്കണോ വേണ്ടേ, അങ്ങനെ ആ കൂടെ ഒരു കൺഫ്യൂഷനിൽ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. ശരിക്കും ആദ്യം ഈ സ്വഭാവം തന്നെ മാറ്റണം. പുതിയ വർഷമായി നമ്മൾ എന്ത് കാര്യമാണോ ചെയ്യാൻ വിചാരിക്കണം നമ്മൾ അത് തന്നെ സ്റ്റിക്ക് ചെയ്യണം, അങ്ങനത്തെ ഒരു തീരുമാനം എടുക്കണം. കാരണം എനിക്കിതുപോലെ ഇടയ്ക്ക് ഓരോ അങ്ങോട്ട് ചാടും ഇങ്ങോട്ട് ചാടും ആ ഒരു രീതിക്കാണ് ഞാൻ എപ്പോഴും ഒന്നിലും അങ്ങോട്ട് കോൺസ്റ്റൻ്റായി നിൽക്കില്ലല്ലോ. അപ്പോൾ അതൊന്ന് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ പ്ലാനറിൻ്റെ കാര്യം പറഞ്ഞിട്ടാണല്ലോ നമ്മൾ വന്നത്. അപ്പോൾ അങ്ങനെ പ്ലാനർ വാങ്ങൽ നടന്നില്ല, അത് 8ന് മൂഞ്ചി. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ നമുക്കൊരു പ്ലാനർ ഉണ്ടാക്കാം എന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെയുള്ള ആ വിചാരത്തിൽ നിന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ എത്തിയത് കേട്ടോ. അപ്പോൾ ഞാൻ പ്ലാനർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം എന്ത് ചെയ്തു, പിൻട്രസ്റ്റിൽ കയറിയിട്ട് 2024 പ്ലാനറിന് വേണ്ടിയിട്ടുള്ള ലേഔട്ട്സ് ടെംപ്ലേറ്റ്സ് ഒക്കെ ഞാൻ ഡൗൺലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ആദ്യം പിൻട്രസ്റ്റിൽ കയറിയിട്ട് അതൊക്കെ സെർച്ച് ചെയ്ത് നോക്കുകയാണ് കേട്ടോ ചെയ്തത്. നിങ്ങൾ പിൻട്രസ്റ്റിൽ കയറിയിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ലേഔട്ട്സ് അല്ലെങ്കിൽ ടെംപ്ലേറ്റ്സ് പ്രിൻ്റബിൾ ആയിട്ടുള്ള ടെംപ്ലേറ്റ്സ് കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ കുറച്ച് ക്ലാരിറ്റി ഉള്ളത് ഡൗൺലോഡ് ചെയ്യാം. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, അതെല്ലാം ഫോട്ടോഷോപ്പിലിട്ടിട്ട് എഡിറ്റ് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ പ്രിൻ്റ് ഔട്ട്സ് എടുക്കുന്നത്. പ്ലാനറിൻ്റെ കവർ പേജ് ഞാൻ 150 GSMൻ്റെ ഗ്ലോസി പ്രിൻ്റ് ആണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ കുറച്ചുകൂടെ തിക്നെസ്സും ഗ്ലൈസിങ് ഉണ്ടാവും കവർ പേജിന്. പിന്നെ ഞാൻ ബാക്കി എല്ലാതും എഫർ പ്രിൻ്റാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ ഉള്ളിലുള്ള എല്ലാ മന്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി എഫർ പ്രിൻ്റാണ്. അപ്പോൾ ഞാൻ അതായത് നമ്മുടെ ഈ പ്ലാനറിൽ എന്തൊക്കെ കാര്യങ്ങൾ ആഡ് ചെയ്യണം എന്നുള്ളത് ഇങ്ങനെ ജസ്റ്റ് ഒരു റഫായിട്ട് നോട്ട് ചെയ്ത് വെക്കുകയാണ്. കാരണം ഒരുപാട് പ്രിൻ്റ് എടുക്കാനുണ്ടാകുമ്പോൾ ആ കൂടെ കൺഫ്യൂഷനാവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആദ്യം ഫ്രണ്ടിൽ എന്തൊക്കെയാണ് വെക്കേണ്ടത്, പിന്നെ ഓരോ മന്തിൽ എന്തൊക്കെയാണ് കാര്യങ്ങൾ സെയിം എല്ലാ മന്തിലും എല്ലാതും സെയിം ആയിട്ട് തന്നെയുണ്ടോ ഇതിലും ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഓരോ മന്തിന് വേണ്ടിയിട്ടും ഓരോ മന്തിൽ തന്നെയാണ് പ്രിൻ്റ് ഔട്ട്സ് എടുത്തിട്ട് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഇത്ര കൺഫ്യൂഷൻ ഉണ്ടാവില്ല. അതായത് ഇപ്പോൾ ജാനുവരി മന്തിൻ്റെ പ്രിൻ്റ് ഔട്ട്സ് മാത്രം എടുത്തിട്ട് നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ കുഴപ്പമില്ല. പക്ഷേ എനിക്ക് അങ്ങനെ ഓരോ മന്തിലും ചെയ്യാൻ പറ്റിയൊരു സാഹചര്യമല്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു 12 മാസത്തിനുള്ളത് ഒരുമിച്ച് എടുത്ത് വെക്കാം. അപ്പോൾ ഡിസംബർ വരെയുള്ള പ്രിൻ്റ് ഔട്ട്സ് നമ്മൾ എടുക്കുന്നുണ്ട്. അതുകൊണ്ട് ആ കൂടെ കൺഫ്യൂഷനാണ്. ഒരുപാട് ടൈം ഞാൻ കമ്പ്യൂട്ടറിൻ്റെ മുന്നിൽ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. കാരണം ഇത് എഡിറ്റ് ചെയ്യാൻ പ്രിൻ്റ് ഔട്ട് എടുക്കാനും പ്രിൻ്റ് ഔട്ട് ഒരുപാട് എടുത്തെടുത്ത് അവസാനം പ്രിൻ്റർ വരെ ഇനി മതി നീ നിർത്തി പോകുന്നുള്ള രീതിക്ക് പ്രിൻ്റർ വരെ കുറച്ച് നേരത്തിന് എത്രയായിട്ടും പ്രിൻ്റ് അടിച്ചിട്ട് പ്രിൻ്റ് ആവുന്നില്ല, ബ്ലാങ്ക് ആയിട്ട് A4 ഷീറ്റ്സ് ഇങ്ങനെ വരും. അപ്പോൾ ഞാൻ മനസ്സിലായി, ഞാനും കുഴങ്ങി ഇവനും കുഴങ്ങി കമ്പ്യൂട്ടറും കുഴങ്ങി. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് ഓഫ് ചെയ്ത് വെച്ചിട്ട് പിറ്റേ ദിവസമായിരുന്നു പിന്നെ ബാക്കിയുള്ളതൊക്കെ പ്രിൻ്റ് ഔട്ട്സ് എടുത്തത്. പിന്നെ ഇതിൽ ഞാൻ അങ്ങനെ ഓരോ മന്തിനും ഓരോ തീമൊന്നും ചൂസ് ചെയ്തിട്ടില്ല കേട്ടോ. ഇപ്പം ഞാൻ ബുക്കിൽ ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ഒരു മന്ത് ചെയ്യുമ്പോൾ അതിനൊരു തീം ചൂസ് ചെയ്യാറുണ്ട്. ആ തീം ബേസ് ചെയ്തിട്ട് തന്നെ ബാക്കിയുള്ളതൊക്കെ നമ്മൾ ചെയ്യാറുള്ളത്. പക്ഷേ ഇതിൽ ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല. എല്ലാം റാൻഡായിട്ടുള്ള തീംസാണ് കേട്ടോ ചൂസ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ജാനുവരിയിലാണെങ്കിലും കവർ പേജിൻ്റെ തീം ആവില്ല അതിൽ വരുന്ന സ്പ്രെഡ്സിന്. കാരണം ഞാൻ അങ്ങനെ എല്ലാ വ്യത്യസ്ത തീം ചൂസ് ചെയ്യാൻ കാര്യം എന്താ വെച്ചാൽ പിൻട്രസ്റ്റിൽ നോക്കുമ്പോൾ ഒരുപാട് ടെംപ്ലേറ്റ്സ് ഉണ്ട്, നല്ല ഭംഗിയുള്ള ഒരുപാട് ടെംപ്ലേറ്റ്സ് ഉണ്ട്. അപ്പോൾ ഓരോന്ന് കാണുമ്പോൾ അത് രസമുണ്ടല്ലോ ഡൗൺലോഡ് ചെയ്യാം, അത് രസമുണ്ട് ഡൗൺലോഡ് ചെയ്യാം, ഇത് രസമുണ്ട് ഡൗൺലോഡ് ചെയ്യാം. അങ്ങനെ രസം നോക്കി ഡൗൺലോഡ് ചെയ്ത് ഒരുപാട് ടെംപ്ലേറ്റ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു
ഇതെല്ലാം കൂടെ ആഡ് ചെയ്യാം, എന്നാൽ എല്ലാതും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുമല്ലോ. പിന്നെ ഒരു തീം ഇപ്പോൾ ജാനുവരി ഇപ്പോൾ ഞാനൊരു തീം ചൂസ് ചെയ്തിട്ട് ആ തീമിൽ തന്നെ വരുന്ന ബാക്കി സ്പ്രെഡ്സിന് ആ സെയിം തീം തന്നെ കിട്ടണില്ല. അപ്പോൾ ഞാൻ അതും നമ്മൾ സെർച്ച് ചെയ്യുന്ന ഒരുപാട് ടൈം എടുക്കും. അപ്പോൾ അത്രയും അത് ഭയങ്കര ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള പരിപാടിയായി പോകും. അപ്പോൾ അതുകൊണ്ട് അത് വേണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാനിങ്ങനെ എല്ലാതും ഡിഫറെൻ്റ് ആയിട്ടുള്ളത് തന്നെ ചൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാതും പ്രിൻ്റ് ചെയ്തിട്ട് ഇങ്ങനെ കട്ട് ചെയ്തുകൊണ്ടിരിക്കണം. അതിൻ്റെ ചിലതൊക്കെ എന്താ പറയുക അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അളവിന് വ്യത്യാസം വന്നിട്ടുണ്ടാകും. അപ്പോൾ അതൊക്കെ ഞാനൊന്ന് കട്ട് ചെയ്ത് ശരിയാക്കി കൊടുക്കണം. അപ്പോൾ ഞാൻ A4-ൽ 2 സൈഡും പ്രിൻ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. 2 സൈഡും എങ്ങനെയാ വെച്ചാൽ ഒരു ഷീറ്റിൽ, അതായത് ഇപ്പോൾ നമ്മൾ ഒരു A4-ൻ്റെ ഒരു ഡിസൈന് പകുതി, അടുത്ത ഡിസൈൻ ഇതിൻ്റെ അപ്പുറത്ത്, അങ്ങനെ ഒരു ഷീറ്റിൽ തന്നെ 4 പ്രിൻറ്റ്സ് കിട്ടുന്ന രീതിക്കാണ്, ഹാഫ് അങ്ങനെ 4 പ്രിൻറ്റ്സ് കിട്ടുന്ന രീതിക്കാണ് ഞാൻ പ്രിൻ്റ് ഔട്ട്സ് എടുത്തിട്ടുണ്ടായിരുന്നത്. കാരണം അങ്ങനെ ചെയ്യുന്നിട്ട് തന്നെ നമുക്ക് ഒരുപാട് A4 വേണം. അപ്പോൾ നമ്മൾ ഓരോ പേജിലും, അതായത് ഓരോ A4-ൽ ഇപ്പോൾ ഓരോ സ്പ്രെഡ് മാത്രമായിട്ട് പ്രിൻ്റ് ഔട്ട് എടുക്കണമെങ്കിൽ അത് ഭയങ്കര, വീട്ടിൽ പ്രിൻ്റർ ഉള്ളവർക്ക് കുഴപ്പമില്ല, അല്ലാണ്ട് പുറത്തുനിന്നൊക്കെ ചെയ്യുന്നവരാകുമ്പോൾ ഭയങ്കര എക്സ്പെൻസീവ് ആവും. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതാണ്, നമുക്ക് പരിപാടി കണ്ടതാണ് പോരെ. അപ്പോൾ നമുക്ക് ഇതായിരിക്കും ഏറ്റവും ബെറ്റർ എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ അതുകൊണ്ട് അങ്ങനെ ഇരുന്ന് ചെയ്തത്. അപ്പോൾ നമുക്ക് ഈ ഒരു സൈസ് ഉണ്ടാവും നമ്മുടെ പ്ലാനർ, ഈ ഒരു സൈസ്. ഇത് മതിയല്ലോ നമുക്ക് നന്നായിട്ട് കൈകാര്യം ചെയ്യണം, എല്ലാത്തിനും ഈ ഒരു സൈസ് തന്നെയാണ് ഓക്കെ. അപ്പോൾ ഇതൊക്കെ ഞാൻ ഇതുപോലെ പ്രിൻ്റ് ഔട്ട്സ് എടുത്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഒരു A4-ൽ ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, ഒരു A4-ൽ ഒരു സൈഡിൽ തന്നെ 2 പ്രിൻ്റ്, അതുപോലെ ബാക്കിലും അതുപോലെ തന്നെ 2 പ്രിൻ്റ്. അപ്പോൾ ഒരു A4-ൽ 4 പ്രിൻറ്റ്സ് കിട്ടുന്ന രീതിക്ക് നമ്മൾ പ്രിൻ്റ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം ഇനി കട്ട് ചെയ്തിട്ട് വേണം സോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ മന്തിൽ എന്തൊക്കെയുള്ള. അപ്പോൾ ഞാൻ ഫസ്റ്റിൽ ഇപ്പോൾ ഇതിൽ കൊടുത്തിട്ടുള്ളത്, അതായത് കവർ പേജ് കഴിഞ്ഞിട്ട് പിന്നെ 2-3 കോഡ്സ് കൊടുത്തിട്ടുണ്ട്, സെൽഫ് ലവ് കോഡ്സ്, പിന്നെ മോട്ടിവേഷണൽ കോഡ്സ്, പിന്നെ ഡെയിലി അഫർമേഷൻസ്, പിന്നെ റിമൈൻഡേഴ്സ്, പിന്നെ അതുപോലെ ഡെയിലി റിമൈൻഡർ പറഞ്ഞിട്ട് ഒരു പേജ് കൊടുത്തിട്ടുണ്ട്. അത് ഡെയിലി നമ്മൾ റിമൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളൊരു കാലണ്ടറാണ്, 2024 ഒരു കാലണ്ടറാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഗോൾസിനൊരു പേജ്, പിന്നെ ഓരോ ജാനുവരി മുതൽ ഓരോ മന്തിനുള്ള സ്പ്രെഡ്സ് കാര്യങ്ങൾ അങ്ങനെയാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതെല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. ഇതിൽ ഞാൻ എല്ലാ മന്തിലും സെയിം സ്പ്രെഡ്സ് തന്നെ അല്ല കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. അതായത് ഡിസൈൻസിൻ്റെ കാര്യത്തിലല്ല പറഞ്ഞത്, സ്പ്രെഡുകൾ ചിലതൊക്കെ ചില മന്ത്സിലുണ്ട്, ചില മന്ത്സിലില്ല, അങ്ങനെയാണ്. അതായത് എനിക്ക് ഇങ്ങനെ മതി തോന്നിയ രീതിക്കാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പം നിങ്ങളെന്തെങ്കിലും പ്ലാനറൊക്കെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെയാണ് ആവശ്യം, നിങ്ങളുടെ റിക്വയർമെൻറ്റ്സിനനുസരിച്ചിട്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇതിൽ ഞാൻ ചില മന്തിലൊക്കെ നമുക്ക് മോട്ടിവേഷണൽ ആയിട്ടുള്ള കോഡ്സ് ആഡ് ചെയ്തിട്ടുണ്ട്, പക്ഷെ ചില മന്തിലൊന്നും അത് കൊടുത്തിട്ടില്ല. പിന്നെ അതുപോലെ ചിലതിലൊക്കെ നമുക്ക് ഡെയിലി പ്ലാൻ, അതായത് നമ്മളുടെ ഓരോ കാര്യങ്ങൾ സ്കെഡ്യൂൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അതിനുള്ള ഒരു സ്പ്രെഡ് കൊടുത്തിട്ടുണ്ട്, പക്ഷെ ചിലതിൽ അത് കൊടുത്തിട്ടില്ല. ഇതിൽ ഞാൻ എല്ലാ മന്തിലും ആഡ് ചെയ്തിട്ടുള്ളത് ഹാബിറ്റ് ട്രാക്കർ, അതൊക്കെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. അപ്പോൾ അത് ഞാൻ എല്ലാ മന്തിലും ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ഇതിൽ ഞാൻ ഡെയിലി പ്ലാനിങ് എന്നുള്ള ആ ഒരു കോൺസെപ്റ്റ് അല്ല, വീക്ക്ലി പ്ലാനിങ് എന്നുള്ളൊരു കോൺസെപ്റ്റിലാണ് ചെയ്യുന്നത് കേട്ടോ. അതായത് ഡെയിലി ചെയ്യണമെങ്കിൽ ഇപ്പോൾ നമുക്കൊരു ജാനുവരി തന്നെ 30, 31, അപ്പോൾ അത്രയും പേജസ് നമുക്ക് വേണം. അപ്പോൾ അത് നമുക്ക് ഓക്കെ ആവണ കാര്യമല്ല. അപ്പോൾ ഞാൻ വീക്ക്ലി പ്ലാനർ എന്നുള്ള ആ ഒരു ടെംപ്ലേറ്റ്സ് വെച്ചിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഓരോ ടെംപ്ലേറ്റ്സിലും എങ്ങനെയെന്ന് വെച്ചാൽ മൺഡേ ടു സൺഡേ വരെയുള്ള ബോക്സസ് പോലെയാണ്. അപ്പോൾ അതിൽ നമുക്ക് എഴുതി കൊടുക്കാം. അപ്പോൾ അതിൽ ഞാൻ വിചാരിക്കുന്നത് ഓരോ ബോക്സിലും, അതായത് ആ ഒരു വീക്കിൽ നമ്മൾ ചെയ്യുന്ന ടു ഡു അങ്ങനത്തെ കാര്യങ്ങൾ മാത്രം എഴുതി വെച്ചാൽ മതി എന്നാണ്. അതെന്തൊക്കെ നമുക്കതിൽ ചെയ്യണം, അതായത് അന്ന് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ആ ബോക്സിൽ എഴുതി വെക്കാം. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് ജാനുവരിയിൽ ഇപ്പോൾ 4 വീക്കാണല്ലോ ഉള്ളത്, അപ്പോൾ നമുക്ക് 4 ഷീറ്റ്സ് മതിയാകും. ഇത് നമ്മളൊരു ഡെയിലി പ്ലാനിങ് എന്നുള്ള കോൺസെപ്റ്റ് ആകുമ്പോൾ നമുക്ക് ഒരുപാട് പേജസ് വേണ്ടി വരും. അപ്പോൾ ഞാൻ വീക്ക്ലി പ്ലാനിങ് എന്നുള്ള കോൺസെപ്റ്റിലാണ് എഴുതുന്നത്. പിന്നെ എല്ലാ മന്തിലും ഞാൻ ഓരോ ഗോൾ സെറ്റ് ചെയ്യാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അതിന് ഗോൾസിന് വേണ്ടിയിട്ട് ഞാൻ ഗോൾസ് ഹെഡ്ലൈന് കൊടുത്തിട്ട് ഒരു ഷീറ്റ് പ്രിൻ്റ് എടുക്കുക ചെയ്യുന്നത്. കാരണം ഇതിൽ ഗോൾസിന് വേണ്ടിയിട്ട് എഴുതാൻ ഒരു ടെംപ്ലേറ്റ്സ് കിട്ടില്ല. അപ്പോൾ ഞാൻ ടു ഡൂയുടെ ടെംപ്ലേറ്റ്സ് എന്ന് ഡൗൺലോഡ് ചെയ്തത്. അപ്പോൾ അതിലവിടെ ടു ഡു എന്ന് എഴുതിയിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ അത് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഗോൾസ് എന്ന് എഴുതിയിട്ട് ഉള്ളൊരു ഷീറ്റ് പ്രിൻ്റ് എടുത്തിട്ട് അതിന്ന് കട്ട് ചെയ്തിട്ട് ഓരോ ടു ഡൂൻ്റെ മേലെ ഒട്ടിച്ച് കൊടുക്കട്ടെ ഗോൾസിന് വേണ്ടിയിട്ട്. അതായത് ഓരോ മന്തിൽ ഗോൾസിന് വേണ്ടിയിട്ടുള്ള ഒരു സ്പ്രെഡ് ഉണ്ട്. എല്ലാ 12 മന്തിലും ഞാൻ ഇതുപോലെ ഗോൾസിന് ഒരു പേജ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലൊക്കെ ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഗോൾസ് എന്നുള്ള ഹെഡ്ലൈൻ അവിടെ ഒട്ടിച്ച് കൊടുക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ എല്ലാ മന്തിൻ്റെയും പ്രിൻ്റ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് ഓരോന്നും, അതായത് ഓരോ മന്തിലും 5
5 വീക്ക്ലി പ്ലാനിങ്ങിൻ്റെ പേജുകൾ, പിന്നെ അതുപോലെ ഒരു മോട്ടിവേഷണൽ കോട്ട്, പിന്നെ നമുക്ക് ഹാബിറ്റ് ട്രാക്കർ, പിന്നെ വിഷ് ലിസ്റ്റ് കൂടെ കൊടുത്തിട്ടുണ്ട്. ഈ വിഷ് ലിസ്റ്റ് തന്നെയാണ് ഞാൻ എക്സ്പെൻസ് അതുപോലെ വിഷ് ലിസ്റ്റ് ഹെഡിങ് വിഷ് ലിസ്റ്റ് എന്നാണെങ്കിലും അതിൽ എക്സ്പെൻസും കൂടെ ഇൻക്ലൂഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് അത് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കേട്ടോ നമ്മൾ ഈ ഒരു പ്ലാനറിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇനി ഇത് ഓരോന്നും എങ്ങനെ ബൈൻഡ് ചെയ്യുന്നത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. അപ്പോൾ ഓരോ മന്തിൻ്റെയും പ്രിൻ്റ് എടുത്തതൊക്കെ ഞാൻ ഇതുപോലെ ഇങ്ങനെ ക്ലിപ്സ് ഇട്ട് വെച്ചിരിക്കുകയാണ്. അല്ലെങ്കിൽ ആ കൂടെ മിക്സായി കഴിഞ്ഞിട്ട് പിന്നെ അതിൽ നിന്ന് ഓരോന്ന് തപ്പിയെടുക്കൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ ഓരോന്ന് പ്രിൻ്റ് എടുത്തിട്ട് ഇതുപോലെ ക്ലിപ്പ് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് ബൈൻഡ് ചെയ്യുന്ന സമയത്ത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇനി ഞാൻ ഇതിലെല്ലാം ബൈൻഡ് ചെയ്യുന്നത് അത് ഞാൻ വിചാരിച്ചു സ്പൈറൽ ബൈൻഡിങ് ചെയ്യാമെന്നായിരുന്നു വിചാരിച്ചത്. അത് പിന്നെ എനിക്ക് തോന്നി ബൈൻഡിങ് റിങ്സ് ഇട്ട് കൊടുത്താൽ മതി ജസ്റ്റ്. എന്നാൽ പിന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇനി ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. റിങ് ജസ്റ്റ് ഊരിയിട്ട് നമുക്ക് ആഡ് ചെയ്യാം, എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം. അപ്പോൾ അതായിരിക്കും ഏറ്റവും സുഖം എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഹോൾ ഇട്ട് കൊടുക്കുകയാണ്. 3 റിങ്സാണ് ഞാൻ ഇടുന്നുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 3 ഹോൾ ഇട്ട് കൊടുക്കുകയാണ്. ഹോൾ പഞ്ച് വെച്ചിട്ടാണ് കേട്ടോ ഹോൾ ഇട്ട് കൊടുക്കുന്നത്. ഹോൾ പഞ്ചിൻ്റെ ലിങ്ക് ആണെങ്കിൽ അത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക, അല്ലെങ്കിൽ നമ്മുടെ അവിടെ അടുത്തുള്ള ലോക്കൽ സ്റ്റോഴ്സിലൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ അങ്ങനെ ഹോൾ ഇട്ട് കൊടുത്തിട്ട് നമ്മളതിൽ ബൈൻഡിങ് റിങ് ഒരു ഹൈലൈറ്റ്സ് വെച്ചിട്ട് ജസ്റ്റ് ഒന്നും കൂടെ ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ അതിലാണ് പിന്നെ റിങ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്കങ്ങനെ എല്ലാ പേജിനും ഹോളിട്ട് കൊടുക്കുക ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എല്ലാത്തിനും ഇരുന്ന് ഹോളിടൽ കുറേ ടൈം എടുത്ത് എല്ലാം കൂടെ ഒരുമിച്ച് വെച്ചിട്ട് ഹോളിഡ് വെക്കുമ്പോൾ അത് അടിയുന്നില്ലായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് എടുത്തിട്ട് ഇങ്ങനെ ഹോളിട്ട് വെക്കാമെന്ന്. പിന്നെ അതിൽ പറയാൻ പറഞ്ഞൊരു കാര്യത്തിൽ ഞാൻ പാസ്വേഡ്സ് എന്നുള്ള ഒരു സ്പ്രെഡ് കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അത് കോമൺ ആയിട്ട് എല്ലാം, അതായത് ലാസ്റ്റിൽ ഞാൻ ആ പ്ലാനറിൻ്റെ ലാസ്റ്റിലായിട്ട് ആഡ് ചെയ്യുന്നത്. കാരണം എന്താ വെച്ചാൽ നമ്മുടെ സോഷ്യൽ മീഡിയാസ് ഞാൻ എപ്പോഴും പാസ്വേഡ് മറന്നു പോകുന്ന ആളാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പാസ്വേഡ്സ് എഴുതി വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്പ്രെഡാണ് കേട്ടോ അത്. അപ്പോൾ അങ്ങനെ നമ്മൾ ഹോൾട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൽ ഹൈലൈറ്റ്സ് ഫിറ്റ് ചെയ്യണം, അല്ലെങ്കിൽ പെട്ടെന്ന് ഡാമേജ് ആകും നമ്മളിങ്ങനെ എപ്പോഴും അടക്കുക തുറക്കുക ഒക്കെ ചെയ്യുമ്പോഴും. അപ്പോൾ അതുകൊണ്ട് ഹൈലൈറ്റ്സ് പഞ്ച് യൂസ് ചെയ്തിട്ട് ഹൈലൈറ്റ്സ് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. ഇത് വാങ്ങിച്ചിട്ട് ഒരുപാട് കാലമായി. ഇതിനെത്ര അറൗണ്ട് 500 അങ്ങനെ എന്തോ വരുന്നുണ്ടായിരുന്നു. ഞാൻ ലിങ്ക് താഴെ കൊടുക്കാം, വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ അങ്ങനെ നമ്മൾ ഇനി ഞാൻ ഇതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതെന്ന് പറയാം കേട്ടോ. അതായത് എന്തൊക്കെ സ്പ്രെഡ്സ് ആണ് കൊടുത്തിട്ടുള്ളത് എന്നൊക്കെ ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ഞാനിതിൽ ആദ്യം പറഞ്ഞല്ലോ കവർ പേജ് ഞാൻ ഗ്ലോസി പ്രിൻ്റാണ് എടുത്തിട്ടുള്ളത് 150 GSMൻ്റെത്. എന്നിട്ട് കവർ പേജിൽ ഞാൻ ഇയർ മെൻഷൻ ചെയ്തിട്ടുണ്ട് 2024. പിന്നെ ഹേ ഷെൻ എന്നിട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ കവർ പേജിൽ. അതെന്താണെന്ന് വെച്ചാൽ ഈ ജേണൽ എന്ന് പറയുന്നത് ഞാൻ എൻ്റെ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ഈ ജേണലിലാണല്ലോ ഞാൻ എഴുതി വെക്കുക. അപ്പോൾ എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് പോലെയാണല്ലോ, ഇതിനെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ആ ജേണലിന് അറിയാം. അതുപോലെ ജേണലിൽ എന്തൊക്കെ കാര്യങ്ങളാണെന്ന് എനിക്കും അറിയാം. അപ്പോൾ ഞാൻ വിചാരിച്ചു ഹേ ഷെൻ, അതായത് ആ ജേണൽ എന്നെ വിളിക്കുന്ന പോലെ അങ്ങനെ ഒരു കോൺസെപ്റ്റ് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ഹേ ഷെൻ എന്ന് കൊടുത്തത്. അപ്പോൾ അതാണ് കവർ പേജിലുള്ളത്. പിന്നെ ഒരു ഫ്ലോറൽ തീമാണ് ഞാൻ കവർ പേജിന് വേണ്ടിയിട്ട് ചൂസ് ചെയ്തിട്ടുള്ളത്. കാരണം ഫ്ലവേഴ്സൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. സോ അങ്ങനത്തെ ഒരു ഫ്ലോറൽ ഗേളി തീമാണ് കേട്ടോ ഞാൻ ചൂസ് ചെയ്തത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ അതിൽ വെച്ചത് ഒരു മോട്ടിവേഷൻ കോട്ടാണ്, അല്ലെങ്കിൽ ഒരു സെൽഫ് ലവ് അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് കോട്ടാണ് അതിൽ വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ആ കോട്ട് എന്താണെന്ന് വെച്ചാൽ ഡിയർ സെൽഫ് ഐ നോ യു ആർ ഡൂയിങ് ദ ബെസ്റ്റ് യു ക്യാൻ, ഐ ബിലീവ് ഇൻ യു, കീപ് ഗോയിങ്, അങ്ങനെ ഒരു കോട്ടാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. അതെന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഞാൻ എന്ത് കാര്യം ചെയ്യണമെങ്കിലും എന്താ പറയുക, അതിൻ്റെ ഓഡിയൻസ് അല്ലെങ്കിൽ വ്യൂവേഴ്സ് നമുക്ക് നല്ല കോംപ്ലിമെൻറ്റ്സ് തരും, നമ്മളെ അപ്രിഷ്യേറ്റ് ചെയ്യും. പക്ഷെ ഞാൻ എന്നാലും അതിൽ സാറ്റിസ്ഫൈഡ് ആയിട്ടുണ്ടാവില്ല. എനിക്ക് പിന്നെ സംശയമായിരിക്കും അത്ര നന്നായിട്ടുണ്ടോ, അത്ര ഓക്കെ ആയിട്ടുണ്ടോ. അതായത് എനിക്ക് എൻ്റെ സ്കില്ലിൽ എന്താ പറയുക, ഞാൻ അത്ര സാറ്റിസ്ഫൈഡ് ആയിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ അത്ര കോൺഫിഡൻസ് എനിക്കുണ്ടാവില്ല. പക്ഷേ ബാക്കിയുള്ളവരെ നല്ല അഭിപ്രായം പറഞ്ഞാൽ എനിക്ക് സംശയമായിരിക്കും. അപ്പം അതൊന്ന് മാറ്റിയെടുക്കണമെന്ന് എനിക്കുണ്ട്. കാരണം എല്ലാവരും നമ്മൾ ചെയ്യുന്നതിന് നമ്മൾക്ക് കോംപ്ലിമെൻറ്റ്സ് തരും അല്ലെങ്കിൽ അപ്രീഷിയേറ്റ് ചെയ്യുമ്പോഴും ഞാനതിൽ അപ്പോഴും സാറ്റിസ്ഫൈഡ് ആയിട്ടുണ്ടാവില്ല. അതായത് എനിക്ക് ശരിയായിട്ടുണ്ടോ ഓക്കെ ആയിട്ടുണ്ടോ അങ്ങനെ ഒരു കൺഫ്യൂഷനായിരിക്കും. അപ്പോൾ അതെന്തായാലും മാറ്റിയെടുക്കണം. ഞാൻ ചെയ്യുന്ന കാര്യങ്ങളിൽ ഞാൻ എപ്പോഴും സാറ്റിസ്ഫൈഡ് ആയിരിക്കണം, ആ ഒരു കോൺസെപ്റ്റ് എനിക്ക് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇന്നിൽ സെൽഫ് ലവ് അല്ലെങ്കിൽ സെൽഫ് കോൺഫിഡൻസ് ഒക്കെ വളർത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനത്തെ കൈൻഡ് ഓഫ് കോഡ്സ് ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ സെക്കൻഡ് പേജിൽ ഞാൻ കൊടുത്തിട്ടുള്ളതും ഒരു നോട്ട് ടു സെൽഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോട്ടാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ തേർഡ് പേജിൽ വരുമ്പോൾ ഐ ആം സ്ട്രോങ്, ഐ ആം ഹെൽത്തി, ഐ ആം ബ്യൂട്ടിഫുൾ, ഐ ആം ലവ്ഡ്, അതും എൻ്റെ സെൽഫ് ലവിന് വേണ്ടിയിട്ട് തന്നെ എന്തല്ലേ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഡെയിലി അഫർമേഷൻ എന്നുള്ളൊരു പേജാണ് കേട്ടോ. അപ്പോൾ അതിൽ നമുക്ക് ഡെയിലി അതിനെല്ലാം വായിച്ചു വെക്കുമ്പോഴും അപ്പോഴും നമുക്കൊരു സെൽഫ് കോൺഫിഡൻസ്, എല്ലാം സെൽഫ് കോൺഫിഡൻസിന് വേണ്ടിയിട്ട് തന്നെ. പിന്നെ റിമൈൻഡേഴ്സ്, പിന്നെ ഡെയിലി റിമൈൻഡറിൽ ഹാർഡ് വർക്ക്, ഡ്രീം, ഡെഡിക്കേഷൻ ഈക്വൽ ടു സക്സസ് അങ്ങനെ തോന്നുന്നു. പിന്നെ ഒരു കാലണ്ടറാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് 2024 കാലണ്ടർ.
അത് കഴിഞ്ഞിട്ട് ഇയർ ഗോൾസ് എന്നുള്ളൊരു പേജാണ് കൊടുത്തിട്ടുള്ളത്. അതിൽ ഈ ടു ഡു ലിസ്റ്റ് ഞാൻ എഴുതിയിട്ടുണ്ടാവും, അത് ഗോൾസിന് വേണ്ടിയിട്ടുള്ളത്. എനിക്ക് അങ്ങനത്തെ ടെംപ്ലേറ്റ്സ് കിട്ടാത്തത് കൊണ്ട് ഞാൻ ടു ഡു ലിസ്റ്റ് എന്നുള്ള ഇതെടുത്തത്. ഇനി ഇതിൻ്റെ മുകളിൽ ഞാൻ ഗോൾസ് എന്നുള്ളത് ഞാൻ ഓൾറെഡി പ്രിൻ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് ഈ പ്രിൻറ്റ്സിൽ നിന്ന് ഏതെങ്കിലുമൊക്കെ ഒന്ന് എടുത്തിട്ട് അവിടെ ഒട്ടിച്ച് കൊടുക്കാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ എല്ലാ മന്തിലും ഞാൻ ഇത് ഇയർ ഗോളിലാണ് കേട്ടോ ഈ പേജിലുള്ളത്. ഒരു 2024 ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഗോൾസ് എന്തൊക്കെയാണ് അതാണ് ഇവിടെ ഞാൻ എഴുതി കൊടുക്കാൻ വിചാരിക്കുന്നത്. അതുപോലെ ഞാൻ എല്ലാ മന്തിലും ഇതുപോലെ ഒരു ഗോൾസ് എന്നുള്ളൊരു പേജ് ആഡ് ചെയ്തിട്ടുണ്ട്. അതെന്താ വെച്ചാൽ ഓരോ മന്തിലും ഞാൻ ഓരോ ഗോൾസ് സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഗോൾസ് എന്തൊക്കെയാണ്, അത് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ നമുക്ക് ലാസ്റ്റ് നോക്കാമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതിലും ഞാൻ ഓരോ ഗോൾസ് എന്നുള്ള പേജ് കൊടുത്തിട്ടുണ്ട്. പക്ഷെ അവിടേക്ക് നമുക്ക് ടു ഡു എന്നുള്ള ടെംപ്ലേറ്റ്സ് ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്, പ്രിൻറ്റ് ചെയ്തത്. അപ്പോൾ അവിടേക്ക് ഇനി ഗോൾസ് ഞാൻ ഒട്ടിച്ച് കൊടുക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ജാനുവരിയിലേക്ക് എത്തിയിട്ടോ. ജാനുവരിയിൽ ഉള്ള ഞാൻ പറഞ്ഞില്ല വീക്ക്ലി പ്ലാനറാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ജാനുവരിയിൽ ഇപ്പോൾ ഇന്ന് 14-ാം തീയതി അല്ല, അപ്പോൾ 2 വീക്ക് ഓൾറെഡി കഴിഞ്ഞു. പിന്നെ 2 വീക്കിനുള്ള പേജ് ഞാൻ കൊടുത്തിട്ടുള്ളൂ. പിന്നെ കഴിഞ്ഞിട്ട് ഫെബ്രുവരിയിലും നമ്മൾ ഇതുപോലെ ഒരു കോട്ട് കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ്. പിന്നെ ഹാബിറ്റ് ട്രാക്കർ കൊടുത്തിട്ടുണ്ട് അതിൽ. പിന്നെ നമുക്കൊരു വിഷ് ലിസ്റ്റും അതുപോലെ ഈ ടു ഡു എന്നുള്ളത് ടു ഡു അല്ല കേട്ടോ, അവിടെ നമ്മൾ ഗോൾസും. അപ്പോൾ അവിടെ ഇതുപോലെ ഒട്ടിച്ച് കൊടുക്കണം ഗോൾസും. പിന്നെ അടുത്ത പേജ് ഞാൻ ആ ഡെയിലി, അതായത് ഒരു മന്ത്ലി നമ്മൾ ഒരു സ്കെഡ്യൂൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ഏതൊക്കെ ടൈമിൽ ചെയ്യുക എന്നുള്ളത് സെറ്റ് ചെയ്ത് വെക്കാനാണ്. എന്നിട്ട് ആ ഒരു മന്ത് അതനുസരിച്ച് പോകാം, അങ്ങനത്തെ ഒരു പ്ലാനിലാണ് ഞാനത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അതുപോലെ നമ്മൾ ഡെയിലി പോസിറ്റീവ് അഫർമേഷൻ എന്നുള്ളൊരു പേജും കൂടെ നമ്മൾ ഫെബ്രുവരിയിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിത് പ്രിൻ്റ് ഔട്ട്സ് എടുത്തപ്പോൾ തെറ്റിപ്പോയതാണ്, അപ്പം എന്നെ അത് ഒട്ടിച്ച് കൊടുക്കണം. പിന്നെ ഇതിലും ഇതുപോലെ വീക്ക്ലി പ്ലാനർ, ഈ വീക്ക്ലി പ്ലാനറിൽ ഞാൻ പറഞ്ഞല്ലോ ഓരോ ബോക്സസ് ഉണ്ടാവും. അപ്പോൾ അതിൽ നമുക്ക് ഓരോ ദിവസം, അതായത് ഇപ്പോൾ മൺഡേ എന്നുള്ള ബോക്സിൽ നമുക്ക് മൺഡേ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ടു ഡു ലിസ്റ്റ് എഴുതി വെക്കാം. പിന്നെ ഓരോ മന്തിലും 5 വീക്ക്ലി പ്ലാനർ എന്നുള്ള രീതിക്ക് ഞാൻ പേജസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം ഓരോ മന്തിലും 5 വീക്ക് വരുന്നുണ്ടല്ലോ, അപ്പോൾ അങ്ങനെ. പിന്നെ എല്ലാ മന്തിലും ഞാൻ വിഷ് ലിസ്റ്റ് ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. ഇനി നമുക്ക് ആ മന്തിൽ വിഷ് ലിസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ അപ്പം ആഡ് ചെയ്ത് കൊടുക്കാം, അങ്ങനെ വിചാരിച്ചിട്ട് ഞാൻ ഫസ്റ്റത്തെ ഒരു 4-5 മാസത്തിൽ ആഡ് ചെയ്തിട്ടുള്ളൂ, പിന്നെ ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇനി മാർച്ച് ഈ ചിത്രങ്ങളൊക്കെ എനിക്ക് എന്തോ ഭയങ്കര ഇഷ്ടമായി, ഇങ്ങനത്തെ ഇല്ലുസ്ട്രേഷൻസൊക്കെ ഭയങ്കര രസമായിട്ട് തോന്നി. അപ്പോൾ ഞാൻ അങ്ങനത്തെ കൊടുത്തത് കേട്ടോ. അപ്പോൾ ഇനി ഇതിൽ ടു ഡു എന്നുള്ളത് കണ്ടിട്ട് ടു ഡു വിചാരിക്കരുത്. പിന്നെ എല്ലാത്തിലും ഹാബിറ്റ് ട്രാക്കർ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ഫസ്റ്റത്തെ ഒരു 5-6 മാസത്തിൽ മാത്രമേ ഞാനിതുപോലെ കോട്ട്സ് കൊടുത്തിട്ടുള്ളൂ, പിന്നെ ഞാൻ കോട്ട്സ് കൊടുത്തിട്ടില്ല ഗൈസ്. ഇതിൽ ഞാൻ ആകെ തീം ബേസ് ചെയ്തിട്ടുള്ളത് ഡിസംബർ മാത്രമേ ഉള്ളൂ. ക്രിസ്മസ് ആയതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ക്രിസ്മസ്. പിന്നെ ഒക്ടോബർ എൻ്റെ ബർത്ത്ഡേ മന്താണ്, അപ്പോൾ അതിലെന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യണമെന്നുണ്ട്, ടൈം ഉണ്ടല്ലോ, അപ്പോൾ ഒക്കെ നമുക്ക് ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നിലവിൽ ഇത്ര ചെയ്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കോമെൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ.